ഹായ് കൂട്ടുകാരെ, ഇന്ന് ഒരു ഇച്ചിരി നെയ്മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം പണിയൊക്കെ ഉണ്ട് വന്ന വഴിക്ക് നെയ്മീൻ ഇരിക്കുന്ന കണ്ടിട്ട് കുഞ്ഞുങ്ങളാണ് അമ്മമാരെ കിട്ടി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതായത് നമുക്ക് നോക്കാം. ചട്ടി ഇങ്ങനെ കഴുകി സെറ്റാക്കി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുക കേട്ടോ ചട്ടി. അപ്പോൾ ബാക്കി ഇത് അടുത്ത സാധനങ്ങൾ നെയ്മീൻ കഴുകി സെറ്റാക്കി വെച്ചേക്കണം. കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇരിക്കണ ഇങ്ങനെ നല്ല കുഞ്ഞാക്കി അരിഞ്ഞ് പിന്നെ അത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മസാലയൊക്കെ ഇങ്ങനെ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് ഇങ്ങനെ ഇരുന്ന് ചൂടായിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ചൂടായി നല്ല സെറ്റായി വന്ന് വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. അല്ലാതെ ഇങ്ങനെ ചൂടായിക്കണ ചട്ടിയിലേക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. എന്താ ഒഴിച്ച് കഴിയുമ്പോൾ എണ്ണ ഇങ്ങനെ ചൂടായി വരുമ്പോൾ തീ കുറച്ചിടുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇത്തിരി കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കടുക് അങ്ങനെ ഇട്ട് കടുക് ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ട് കിടുകുണ്ടാന്ന് പറഞ്ഞ് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ട് അത് പൊട്ടി അങ്ങോട്ട് തീർന്ന വഴിക്ക് നല്ല മാലപ്പടക്കം കിടന്ന് പൊട്ടണണ്ട കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉലുവയും പൊട്ടി തുടങ്ങി. ഉലുവയും പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചേക്കണം അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടിട്ട് ഇങ്ങനെ പയ്യെ തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറി ഒന്ന് മൂക്കണ വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. തീ എപ്പോഴും കുറച്ചിട്ടാൽ മതി. തീ കുറച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. അത് ഇങ്ങനെ മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം മറന്നു പോയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇച്ചിരി കറിവേപ്പില ഇടണമായിരുന്നു. അപ്പോൾ ഇപ്പം അതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റാക്കി അത് ഇട്ട് മൂപ്പിച്ച് എടുക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെ പയ്യെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ പോലെ വരും. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മസാല സെറ്റ് ചെയ്ത് വെച്ചേക്കണല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. സെറ്റ് ചെയ്ത് വെച്ചേക്കണം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇനി അതും ഇതുപോലെ ഒന്ന് പച്ച മണം മാറണ വരെ ഇങ്ങനെ പയ്യെ ചെറു തീയിലിട്ടൊന്ന് മൂപ്പിക്കണം. അല്ലെങ്കിൽ മുളക് പൊടി ഇതൊക്കെ ആയതാണ് ഈ മസാല പെട്ടെന്ന് കരിഞ്ഞു പൊടിക്കും കേട്ടോ, പുകഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ശരിക്കും നോക്കി നിൽക്കണം, ശ്രദ്ധിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഈ പച്ചമണമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. ഇങ്ങനെ നിന്നണ്ട പച്ചമണമൊക്കെ മാറി ശരിക്കും ഞങ്ങളുടെ നല്ല വെളിച്ചെണ്ണ കിടന്ന് ഇങ്ങനെ കുളിച്ച് നിൽക്കണണ്ട. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. എന്താ സൗണ്ട് കേട്ടാൽ മതിയല്ലോ, തിളച്ചെങ്ങനെ മറിയണ സൗണ്ട് അങ്ങോട്ട് കേൾക്കണണ്ട. അപ്പോൾ അതിലേക്ക് ഇച്ചിരി നമ്മുടെ കുടംപുളി ഇങ്ങനെ ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചൊന്ന് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങോട്ട് സെറ്റാക്കി വെച്ചേക്കണേ. അതങ്ങോട്ട് ഇച്ചിരി അങ്ങ് ഒഴിച്ച് കൊടുക്കണം. എന്താ അടിപൊളി. അതങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ. ഇച്ചിരി തീ വേണമെങ്കിൽ കൂട്ടിയിടാൻ നമുക്ക് കുഴപ്പമില്ല. അതിൻ്റെ അകത്തേക്ക് ഇതൊക്കെ മസാല ഇതെല്ലാം അങ്ങോട്ട് ശരിക്ക് തിളയ്ക്കണ വരെ ഇങ്ങനെ നോക്കി നിൽക്കണം നമ്മളൊന്ന്. നെയ്മീൻ കൂട്ടന്മാരെ നമ്മളിങ്ങനെ അവിടെ നോക്കിയിരിക്കണ്ടാവും ചാടി കുളിക്കാനായിട്ട് അതിൻ്റെ അകത്തേക്ക്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ കുറച്ച് കണ്ട നല്ല തിളച്ച് വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെട്ടി തിളച്ചങ്ങ് വന്ന് ശരിക്കും വെള്ളം അങ്ങനെ മറഞ്ഞു വന്ന് കഴിയുമ്പോൾ നമ്മുടെ നെയ്മീൻ കൂട്ടന്മാരെ ധൃതി പിടിച്ചങ്ങ് പറക്കിയിട്ടേക്കണം. അവന്മാർ നല്ല ചടം റെഡിയായിട്ട് നിൽക്കണമായിരിക്കും. ശരിക്കും വെള്ളം ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മുടെ കഷ്ണം പറക്കി കിടണം. നെയ്മീൻ കഷ്ണങ്ങളെ അങ്ങനെ പറക്കി അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാം കിടന്ന് മറയണ കേട്ടോ, വെള്ളം കിടന്ന് തിളച്ച് മറയണ കേട്ടോ. നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ഓരോന്ന് പറക്കി ഇട്ട് കൊടുക്കുക. അങ്ങനെ കുറച്ച് തിളച്ച് വന്ന് പയ്യെ നമ്മുടെ ഇതൊക്കെ പയ്യെ ചാറൊക്കെ വറ്റി
വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഇത്തിരി തേങ്ങാപ്പാൽ ഇങ്ങനെ നമ്മളങ്ങ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒറ്റ ട്രിപ്പ് പിഴിഞ്ഞെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ അങ്ങ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിന് നമ്മുടെ എരിവും ഇതിൻ്റെയൊക്കെ നോക്കണതിൻ്റെ ഒപ്പം തന്നെ ഉപ്പും കൂടെ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ടത് എടുക്കാൻ വിട്ടുപോയതാണ്, വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ഇതൊക്കെ കഴിഞ്ഞ് ഈ പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോഴേ, ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പയ്യൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ പയ്യെ പാലൊക്കെ ഒഴിച്ചിട്ടൊന്ന് പയ്യെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ കുറച്ചങ്ങ് ഒഴിച്ച് കൊടുക്കണം. ചൂടായി കഴിഞ്ഞാൽ പയ്യെ ഇത്രയും തള വരാൻ നിൽക്കണ്ട. ഞാനിത് ഇത്തിരി ലേറ്റായി പോയി. അങ്ങനെ പാലൊഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തിളയ്ക്കാൻ നിൽക്കരുത്. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്.